അതിൽ ജനാധിപത്യം ഘടനാപരമായി അട്ടിമറിക്കപ്പെട്ടോ എന്നതാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ ഭരണഘടനയുടെ സ്പിരിറ്റ് തന്നെ അവിടെ അതിലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സംവിധാൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അംഗങ്ങളും ഒക്കെ ലോക്സഭയിൽ കഴിഞ്ഞ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ആരാണ് തെരഞ്ഞെടുപ്പിലെ താരമെന്ന് ചോദിച്ചാൽ ഇവിടെ രാഷ്ട്രീയ കക്ഷികളോ നേതാക്കളോ ഒന്നുമല്ല, മറിച്ച് സംവിധാൻ ഭരണഘടന തന്നെയാണ് താരം. അത് പൂർണ്ണമായും തങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ BJP ഒക്കെ പറയുന്നു. അങ്ങനെയല്ല, ഭരണഘടന അട്ടിമറിക്കപ്പെടുന്നു, അതിൻ്റെ തത്വം ജനാധിപത്യം തെരഞ്ഞെടുപ്പ് അത് അട്ടിമറിക്കപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നു. സത്യം എവിടെയാണ് എന്നത് തീർച്ചയായും ജനകീയ കോടതി, അങ്ങനെയൊന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷേ രാഷ്ട്രീയ കക്ഷികളെല്ലാം പറഞ്ഞു ഞങ്ങൾ ജനകീയ കോടതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ചുകൂടി രാഹുൽ ഗാന്ധി നേരിട്ട് ആളുകളോട് ഈ കാര്യം സമ്മതിക്കുന്നത്. അതാണോ ശരിയായ രീതി? തീർച്ചയായും അത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അങ്ങനെയാണോ വരേണ്ടത്, അതോ കോടതികളെ ആശ്രയിക്കേണ്ടതുണ്ടോ? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലോക്സഭയിൽ കൊണ്ടുവരാം, അല്ല എങ്കിൽ പൊതുജനങ്ങളോട് പറയാം, മാധ്യമങ്ങളിലൂടെ പറയാം, സ്വന്തം പ്ലാറ്റ്ഫോമുകളിലൂടെ പറയാം, എങ്ങനെയും പറയാം. അത് രാഹുൽ ഗാന്ധിയുടെ പ്രൊറോഗറ്റീവാണ്. പക്ഷെ പറയുന്നതിൽ കാര്യമുണ്ടോ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്.